ഇതെന്റെ രണ്ടാമത്തെ പുതിയ സ്കെച്ച് ബുക്ക് ആണ് കേട്ടോ. ഇതിൽ നമുക്ക് തുടക്കം തന്നെ ഒരു അടിപൊളി പെയിന്റിംഗ് ആക്കാം. നമുക്ക് ഈ പുണ്യമാസത്തിൽ ഒരു കഅബ വരച്ചങ്ങ് തുടങ്ങാം. എനിക്ക് പെയിന്റിംഗ് ചെയ്യാൻ ഒട്ടും അറിയില്ലെന്നുള്ളത് ഇതിന് മുമ്പത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അന്ന് ഞാൻ ചെയ്ത പെയിന്റിംഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടു. അതിനുശേഷം എനിക്ക് പെയിന്റിംഗ് ചെയ്യാൻ ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ. പക്ഷെ സമയം കിട്ടുന്നില്ല ഗൈസ്. ഇതുപോലെ ഒരു കഅബ വരച്ച പെയിന്റിംഗ് ഞാൻ കുറെ നാളുകൾക്ക് മുമ്പ് ചെയ്തിരുന്നു കേട്ടോ. അന്ന് എനിക്ക് ഭയങ്കരമായിട്ട് വിഷമം ഉണ്ടായ ഒരു സംഭവം ഉണ്ടായി. അതായത് ഞാൻ ഒരു 8ാം ക്ലാസ് പഠിക്കുമ്പോൾ എനിക്കിപ്പോ 23 വയസ്സായി. അന്ന് ഞാൻ ഇതുപോലെ ഒരു അടിപൊളി കഅബ വരച്ചിരുന്നു. പെയിന്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ എല്ലാവരുടെയും ചെന്ന് ചോദിക്കും എങ്ങനെയുണ്ട്. എല്ലാവരും എന്റെ പെയിന്റിംഗ് കണ്ടിട്ട് ഞെട്ടിയിട്ട് ഒന്നിനൊന്ന് മെച്ചം പറഞ്ഞു കേട്ടോ. എല്ലാവർക്കും ഒരുപാട് അങ്ങ് ഇഷ്ടപ്പെട്ടു. എന്നെ ശരിക്കും പറഞ്ഞാൽ വാനോളം പുകഴ്ത്തിന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ അതൊന്നുമല്ല എന്നെ സങ്കടപ്പെടുത്തിയത്. എന്റെ പെയിന്റിംഗ് കണ്ടിട്ടേ ഇഷ്ടപ്പെട്ടിട്ട് ഒരാൾ എന്നോട് പറഞ്ഞു, അതായത് എന്റെ ഫാമിലിയിലുള്ള ഒരാൾ, മോളെ എനിക്കിത് ഒരുപാട് ഇഷ്ടപ്പെട്ടു, ഇതുപോലെ ഒരെണ്ണം എനിക്ക് വരച്ചരോ, എനിക്ക് എന്റെ വീട്ടിലെ ചുവരി തൂക്കാനാണ്. അതങ്ങട്ട് കേട്ടപ്പോ എവിടെന്നാന്നല്ല ഒരു പോസിറ്റീവ് എനർജി. എനിക്ക് പണ്ട് മുതലേ വരയ്ക്കാൻ നന്നായിട്ട് അറിയാട്ടോ. അതുകൊണ്ട് ഞാൻ നന്നായിട്ട് വരയ്ക്കും. വരയ്ക്കാൻ അറിയുന്നോട് ഞാൻ കരുതി പെയിന്റിങ്ങിലും ഞാൻ അടിപൊളിയാണെന്ന്. അങ്ങനെ കഥ തീർന്നില്ല കേട്ടോ. അങ്ങനെ പിറ്റേ ദിവസം ഇവർക്ക് വേണ്ടി വരച്ചു കൊടുക്കാൻ ഞാൻ ഒരു A4 എടുത്തു. വരച്ചതൊക്കെ അടിപൊളിയായിരുന്നു. പക്ഷെ എന്റെ പെയിന്റിങ് അത് ഒരു വകക്കും കൊള്ളത്തില്ലായിരുന്നു. ഒരു A4, 2 A4, 3 A4, 4 A4, 5 A4 അങ്ങനെ A4 കണക്കില്ലാതായി. അവസാനം ഒരുപാട് കരഞ്ഞു മെഴുകി ഞാൻ അതവിടെ നിർത്തി. പിറ്റേ ദിവസം എന്നെ കണ്ടപ്പോ അവരുടെ ഒരു ചോദ്യമുണ്ട്, എവിടെ മോളെ ഞാൻ പറഞ്ഞതെന്ന്. ഞാൻ വരച്ച് തോറ്റു എന്നെങ്ങാനും പറയാൻ പറ്റും. അതുകൊണ്ട് ഞാൻ പറഞ്ഞു എനിക്ക് എക്സാം ഉണ്ട്, ഒരുപാട് പഠിക്കാനുണ്ട്, പിന്നെ ചെയ്തരാണ്. എങ്ങനെയുണ്ട് എന്റെ കുരുട്ട് പറ്റി? ഇപ്പൊ ഞാൻ ചെയ്ത പെയിന്റിങ് അത്ര പെർഫെക്റ്റ് ആയിട്ടില്ലെന്ന് എനിക്കറിയാം. കാരണം ഞാൻ ബ്രഷ് പെൻ അവിടെ ഉപയോഗിച്ചത് വലിയൊരു തെറ്റായിപ്പോയി. നിങ്ങൾ അത് ശ്രദ്ധിക്കണേ. അതുകൊണ്ടാണ് അവിടെ ഇവിടെയൊക്കെ പറന്ന് മൊത്തത്തിൽ വൃത്തിയേടായിരിക്കുന്നത്. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലേന്ന് ഒന്ന് കമന്റ് ചെയ്യണേ. ലൈക്കും സബ്സ്ക്രൈബും കമന്റും അപ്പം മറക്കണ്ട.